നമസ്കാരം. എല്ലാവർക്കും സഹകാരി റേസ് പ്ലസിന്റെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് നമ്മുടെ ജനുവരി 25 ദേശീയ കരസേനാ ദിനമായിരുന്നു. 77ാമത് കരസേനാ ദിനമാണ് രാജ്യം ഇത്തവണ ആഘോഷിച്ചത്. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തെല്ലാമാണ് ആവശ്യമുള്ളതെന്ന് നോക്കാം. ക്ലാസ്സിലേക്ക് കടക്കാം. കരസേനാ ദിനം 2025 ജനുവരി 15. രാജ്യം 77ാമത് കരസേനാ ദിനം ആചരിക്കുന്നു. എത്രാമതാണ്? 77ാമത്. രാജ്യം 77ാമത് കരസേനാ ദിനം ആചരിക്കുന്നു. കരസേനാ ദിനത്തിൽ സൈനികരുടെ അപഞ്ചലമായ പ്രതിബദ്ധതയെയും ത്യാഗത്തെയും സൈനികരുടെ പോരാട്ട വീര്യത്തെയും ഓർമ്മപ്പെടുന്ന ഒരു ദിനം കൂടിയാണ് നമ്മുടെ ദേശീയ കരസേനാ ദിനം. സ്വതന്ത്ര ഇന്ത്യയുടെ തലവനായി ജനറൽ KM കരിയപ്പ സ്ഥാനമേറ്റതിന്റെ ഓർമ്മയ്ക്കാണ് ജനുവരി 15 കരസേനാ ദിനമായി ആചരിക്കുന്നത്. ഇന്ത്യയുടെ അവസാന ബ്രിട്ടീഷ് കമാൻഡർ ഇൻ ചീഫിൽ നിന്നാണ് കരിയപ്പ സൈനിക തലവനായി സ്ഥാനം ഏറ്റെടുത്തത്. 1949 ജനുവരി 15 കരിയപ്പ സൈനിക തലവനായി ചുമതലയേറ്റത്. അപ്പോൾ ഇന്ത്യക്കാരനായ ആദ്യത്തെ സൈനിക തലവനായിരുന്നു ആര്? നമ്മുടെ കരിയപ്പ. 1949 ജനുവരി 15 അദ്ദേഹം ഇന്ത്യൻ സൈനിക തലവനായി ചുമതലയേറ്റത്. അന്ന് മുതൽ രാജ്യം ജനുവരി 15 കരസേനാ ദിനമായി ആചരിക്കുന്നു. ഫീൽഡ് മാർഷൽ ഓഫ് ഇന്ത്യ എന്ന പദവി ലഭിച്ച 2 പേരിൽ ഒരാളാണ് നമ്മുടെ ജനറൽ കരിയപ്പ. എന്താണ്? ഫീൽഡ് മാർഷൽ ഓഫ് ഇന്ത്യ. ഫീൽഡ് മാർഷൽ ഓഫ് ഇന്ത്യ എന്ന പദവി ലഭിച്ച 2 പേരിൽ ഒരാളാണ് ജനറൽ കരിയപ്പ. 1947 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ഇന്ത്യൻ സൈന്യത്തിൽ പ്രധാന പങ്ക് വഹിച്ച വ്യക്തി കൂടിയാണ് നമ്മുടെ ജനറൽ കരിയപ്പ. കർണാടക സ്വദേശിയായിരുന്നു ജനറൽ കരിയപ്പ. 1947 ഇൻഡോ പാക് യുദ്ധത്തിൽ ഇന്ത്യൻ കരസേനയെ പടിഞ്ഞാറൻ യുദ്ധമുഖത്ത് നയിച്ചത് നമ്മുടെ കരിയപ്പയായിരുന്നു. പരമോന്നത ഫീൽഡ് മാർഷൽ നേടിയ ഇന്ത്യൻ കരസേനയുടെ 2 വ്യക്തികളിൽ ഒരാളാണ് അദ്ദേഹം. നമ്മൾ പറഞ്ഞതാണ്, പരമോന്നത ഫീൽഡ് മാർഷൽ നേടിയ ഇന്ത്യൻ കരസേനയുടെ 2 വ്യക്തികളിൽ ഒരാളാണ് നമ്മുടെ കരിയപ്പ. ഫീൽഡ് മാർഷൽ സാം മനേക ഷാ. ആരാണ്? ഫീൽഡ് മാർഷൽ സാം മനേക ഷായാണ് ഫീൽഡ് മാർഷൽ നേടിയ മറ്റൊരു വ്യക്തി. അപ്പൊ 2 പേർക്കാണ് ഫീൽഡ് മാർഷൽ പദവി ഇന്ത്യയിൽ ലഭിച്ചിട്ടുള്ളത്. ഒന്ന് നമ്മുടെ കരിയപ്പയ്ക്കാണ്. രണ്ടാമത്തെ വ്യക്തി ആരാണ്? സാം മനേക ഷാ. ആരാണ്? സാം മനേക ഷാ. 1949 അദ്ദേഹം ഇന്ത്യൻ കരസേനയുടെ കമാൻഡർ ഇൻ ചീഫായി സ്ഥാനമേറ്റു. അപ്പോൾ നമ്മുടെ കരിയപ്പ ഇന്ത്യൻ കരസേനയുടെ കമാൻഡർ ഇൻ ചീഫായി ചുമതലയേറ്റ വർഷം എന്നാണ്? 1949. UK കേംബർലിയിലെ ഇംപീരിയൽ ഡിഫൻസ് കോളേജിൽ പരിശീലനത്തിൽ തിരഞ്ഞെടുത്ത ആദ്യ ഇന്ത്യക്കാരിൽ ഒരാൾ കൂടെയാണ് കരിയപ്പ. എന്താണ്? UK കേംബർലിയിലെ ഇംപീരിയൽ ഡിഫൻസ് കോളേജിൽ പരിശീലനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ വ്യക്തികളിൽ ഒരാളാണ് നമ്മുടെ കരിയപ്പ. സ്വയം സേവിക്കുന്നതിന് മുമ്പ് സേവനം എന്നതാണ് ഇന്ത്യൻ കരസേനയുടെ മുദ്രാവാക്യം. ദേശീയ സുരക്ഷയും ഐക്യവും ഉറപ്പുവരുത്തുക, ബാഹ്യ ആക്രമണങ്ങളിൽ നിന്നും ആഭ്യന്തര ഭീഷണികളിൽ നിന്നും രാജ്യത്തെ രക്ഷിക്കുക, അതിർത്തിക്കുള്ളിൽ സമാധാനവും സുരക്ഷയും നിലനിർത്തുക എന്നിവയാണ് ഇന്ത്യൻ കരസേനയുടെ ദൗത്യം എന്ന് പറയുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ 2ാമത്തെ കരസേനയാണ് ഇന്ത്യൻ കരസേന. ഓർക്കുക, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ 2ാമത്തെ കരസേനയാണ് ഇന്ത്യൻ കരസേന. 77ാമത് സൈനിക ദിനത്തിന്റെ വേദി എവിടെയായിരുന്നു? 77ാമത് ഇന്ത്യൻ സൈനിക ദിനത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യൻ കരസേനാ ദിനത്തിന്റെ വേദി പൂനെയാണ്. ഇന്ത്യൻ യുദ്ധത്തിന്റെ പരിണാമം കാണിക്കുന്ന ഗൗരവഗാഥ എന്ന പേരിലാണ് ഇത് നടത്തിയത്. അപ്പൊ 77ാമത് ഇന്ത്യൻ കരസേനാ ദിനത്തിന്റെ ആഘോഷം നടന്നത് എന്ത് പേരിലാണ്? ഗൗരവഗാഥ എന്ന പേരിലാണ്. ഇന്ത്യൻ യുദ്ധത്തിന്റെ പരിണാമം കാണിക്കുന്ന ഗൗരവഗാഥ എന്ന പേരിലാണ് 2025 77ാമത് ദേശീയ കരസേനാ ദിനം
ആചരിച്ചത്? പൂനെയായിരുന്നു വേദി. ജനുവരി 15 ഇന്ത്യൻ കരസേനയിലേക്ക് പ്രധാനമന്ത്രി കമ്മീഷൻ ചെയ്ത 2 മുൻനിര യുദ്ധക്കപ്പലുകളാണ് നീലഗിരിയും സൂറത്തും. ഓർക്കുക, ജനുവരി 15 ഇന്ത്യൻ നാവികസേനയിലേക്ക് പ്രധാനമന്ത്രി കമ്മീഷൻ ചെയ്ത 2 മുൻനിര യുദ്ധക്കപ്പലുകളാണ് ഏതൊക്കെ? നീലഗിരിയും സൂറത്തും. നീലഗിരിയും സൂറത്തും. കൂടാതെ ഒരു അന്തർവാഹിനി കൂടി പരിചയപ്പെടുത്തി. ഏതാണത്? വാക്ഷീർ. വാക്ഷീർ ആണ് അന്തർവാഹിനി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കമ്മീഷൻ ചെയ്ത അന്തർവാഹിനിയാണ് ഏത്? വാക്ഷീർ. ഏതാണ്? വാക്ഷീർ. ദേശീയ മഞ്ഞൾ ബോർഡ് ആരംഭിച്ചു. നമുക്കറിയാം, ആദ്യം മഞ്ഞൾ ബോർഡ് ഇല്ല. ആദ്യം എന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ കുറച്ച് നാൾ വരെയും മഞ്ഞൾ ബോർഡ് ഇല്ല. നമുക്ക് എന്താണുള്ളത്? നാഷണൽ സ്പൈസസ് ബോർഡാണ് അല്ലേ? നാഷണൽ സ്പൈസസ് ബോർഡാണ് നമുക്കുള്ളത്. അപ്പോൾ അതിൽ നിന്ന് മഞ്ഞളിനെ ഒന്ന് വേർതിരിച്ച് ദേശീയ മഞ്ഞൾ ബോർഡ് ആരംഭിച്ചു. ദേശീയ മഞ്ഞൾ ബോർഡിന്റെ ആസ്ഥാനം നിസാമാബാദ് ആണ്. തെലങ്കാനയിലെ നിസാമാബാദ് ആണ് ദേശീയ മഞ്ഞൾ ബോർഡിന്റെ ആസ്ഥാനം. ദേശീയ മഞ്ഞൾ ബോർഡിന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ആണ് പല്ലേ ഗംഗാ റെഡ്ഡി. ആരാണ്? പല്ലേ ഗംഗാ റെഡ്ഡി. പല്ലേ ഗംഗാ റെഡ്ഡി ആണ് ദേശീയ മഞ്ഞൾ ബോർഡിന്റെ അല്ലെങ്കിൽ നാഷണൽ ടർമറിക് ബോർഡിന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ. ആരാണ്? പല്ലേ ഗംഗാ റെഡ്ഡി. ലോകത്ത് ആകെ ഉൽപ്പാദിപ്പിക്കുന്ന മഞ്ഞളിന്റെ 70% ഉൽപ്പാദിപ്പിക്കുന്നത് ഇന്ത്യയിലാണ്. ഓർക്കുക, ലോകത്ത് ആകെ ഉൽപ്പാദിപ്പിക്കുന്ന മഞ്ഞളിന്റെ 70% ഉൽപ്പാദിപ്പിക്കുന്നത് ഇന്ത്യയിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മഞ്ഞൾ ഉൽപാദകനും ഉപഭോക്താവും കയറ്റുമതിക്കാരനും ഇന്ത്യ തന്നെയാണ്. ഓർക്കുക, ലോകത്തെ ഏറ്റവും കൂടുതൽ മഞ്ഞൾ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ചോദിച്ചാൽ അത് ഇന്ത്യയാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ മഞ്ഞൾ ഉപയോഗിക്കുന്ന രാജ്യം ചോദിച്ചാൽ അതും ഇന്ത്യയാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ മഞ്ഞൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യം ചോദിച്ചാൽ അതും ഇന്ത്യ തന്നെയാണ്. നമ്മുടെ കേന്ദ്ര വ്യവസായ മന്ത്രി ആരാണ്? വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലാണ്. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി ആരാണ്? ശ്രീ പീയൂഷ് ഗോയലാണ്. 2026 ഇരട്ട വർഷം. 2026 ഇരട്ട വർഷം. സംസ്കാരം, വിനോദസഞ്ചാരം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പുരോഗതി എന്നിവ ആഘോഷിക്കുന്നതിനായി ഇന്ത്യയും സ്പെയിനും 2026 ഇരട്ട വർഷമായി ആചരിക്കും. അപ്പോൾ ഏതൊക്കെ രാജ്യങ്ങളാണ് 2026 ഇരട്ട വർഷമായി ആചരിക്കുന്നത്? ഇന്ത്യയും സ്പെയിനുമാണ്. എന്തിനാണ്? സംസ്കാരം, വിനോദസഞ്ചാരം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നിവയുടെ പുരോഗതി ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി. സ്പാനിഷ് പ്രധാനമന്ത്രി, സ്പെയിന്റെ പ്രധാനമന്ത്രി ആരാണ്? പെട്രോ സാഞ്ചസ്. ആരാണ്? പെട്രോ സാഞ്ചസ് ആണ് സ്പാനിഷ് പ്രധാനമന്ത്രി. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രിയാണ് എസ് ജയശങ്കർ അല്ലെങ്കിൽ സുബ്രഹ്മണ്യം ജയശങ്കർ. ലോകത്തെ ആദ്യത്തെ വാണിജ്യ ഉപഗ്രഹം അവതരിപ്പിച്ചിരിക്കുന്നു. സുരക്ഷിതമായ ബഹിരാകാശ പ്രവർത്തനങ്ങൾ ഉറപ്പാക്കുന്നതിനും ഭൂമിയെ ചുറ്റുന്ന 5 സെന്റിമീറ്റർ വലിപ്പമുള്ള വസ്തുക്കളെ നിരീക്ഷിക്കുന്നതിനുമായി ലോകത്തിലെ ആദ്യത്തെ വാണിജ്യ ഉപഗ്രഹം സ്ഥാപിക്കുന്നത് ബാംഗ്ലൂരു ആസ്ഥാനമായ സ്റ്റാർട്ടപ്പ് ദിഗന്തരയാണ്. ഏതാണ്? ദിഗംബരയല്ല, ദിഗന്തര. ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു സ്റ്റാർട്ടപ്പാണ് ദിഗന്തര. അവരാണ് ലോകത്തെ ആദ്യ വാണിജ്യ ഉപഗ്രഹത്തെ അവതരിപ്പിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? സുരക്ഷിതമായ ബഹിരാകാശ പ്രവർത്തനങ്ങൾ ഉറപ്പാക്കുന്നതിനും ഭൂമിയെ ചുറ്റുന്ന 5 സെന്റിമീറ്റർ വലിപ്പമുള്ള വസ്തുക്കളെ നിരീക്ഷിക്കുന്നതിനുമായിട്ടാണ് ലോകത്തിലെ ആദ്യത്തെ വാണിജ്യ ഉപഗ്രഹം നമ്മുടെ ദിഗന്തര. ഏതാണ്? ദിഗന്തര എന്ന സ്റ്റാർട്ടപ്പ് കമ്പനി ആരംഭിച്ചിരിക്കുന്നത്. ദിഗന്തര സ്റ്റാർട്ടപ്പ് വിക്ഷേപിക്കുന്ന കൊമേഴ്ഷ്യൽ ഉപഗ്രഹമാണ് ക്യാമറ ഫോർ ഒബ്ജക്ട് ട്രാക്കിംഗ് സ്കോട്ട്. ഏതാണ്? സ്കോട്ട്. ക്യാമറ ഫോർ ഒബ്ജക്ട് ട്രാക്കിംഗ് എന്നറിയപ്പെടുന്ന സ്കോട്ട് ആണ് ദിഗന്തര വിക്ഷേപിക്കുന്ന കൊമേഴ്ഷ്യൽ ഉപഗ്രഹം. ബഹിരാകാശ സുരക്ഷ വർദ്ധിപ്പിക്കാനും ട്രാഫിക് മാനേജ്മെന്റ് ഒപ്റ്റിമൈസ് ചെയ്യാനും ദേശീയ സുരക്ഷാ സംരംഭങ്ങൾ ശക്തിപ്പെടുത്താനും സ്കോട്ട് ലക്ഷ്യമിടുന്നു. അപ്പൊ സ്കോട്ടിന്റെ ലക്ഷ്യം എന്തൊക്കെയാണ്? ബഹിരാകാശ സുരക്ഷ വർദ്ധിപ്പിക്കുക. ബഹിരാകാശ സുരക്ഷ വർദ്ധിപ്പിക്കുക. പിന്നെന്താണ്? ട്രാഫിക് മാനേജ്മെന്റ് ഒപ്റ്റിമൈസ് ചെയ്യാനും ദേശീയ സുരക്ഷാ സംരംഭങ്ങൾ ശക്തിപ്പെടുത്താനുമാണ് സ്കോട്ട് ലക്ഷ്യം വെക്കുന്നത്. മറ്റു ചില ആനുകാലിക വാർത്തകൾ നോക്കാം. കാലാവസ്ഥാ ദുരന്തങ്ങൾ മുൻകൂട്ടി അറിയുന്നതിനും പ്രവചിക്കുന്നതിനുമുള്ള സാങ്കേതിക വിദ്യ വിഭജിച്ച സംഭാവനകൾ അതിതീവ്ര കാലാവസ്ഥ പ്രഖ്യാപനങ്ങളെ പ്രതിരോധിക്കുന്നതിനുള്ള
പ്രവർത്തനങ്ങൾക്ക് അന്താരാഷ്ട്ര പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് ഡോക്ടർ എസ് അഭിലാഷ്. എന്താണ്? ഡോക്ടർ എസ് അഭിലാഷിന് കാലാവസ്ഥാ ദുരന്തങ്ങൾ മുൻകൂട്ടി അറിയുന്നതിനും പ്രവചിക്കുന്നതിനും പിന്നെന്താണ് സാങ്കേതിക വിദ്യ വികസിപ്പിച്ച സംഭാവനകൾ നൽകിയതിനും അതിതീവ്ര കാലാവസ്ഥ പ്രഖ്യാപനങ്ങളെ പ്രതിരോധിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് അന്താരാഷ്ട്ര പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് ഡോക്ടർ എസ് അഭിലാഷ്. ആരാണ്? ഡോക്ടർ എസ് അഭിലാഷ്. മസ്തിഷ്കാഘാതം വീണ്ടെടുക്കുന്നതിനായി ലോകത്തിലെ ആദ്യത്തെ റോബോട്ടിക് ഹാൻഡ് എക്സോസ്കെലിറ്റൺ വികസിപ്പിച്ചെടുത്തത് എവിടെയാണ്? IIT കാൺപൂരിലാണ്. എന്താണ്? മസ്തിഷ്കാഘാതം വീണ്ടെടുക്കുന്നതിനായി ലോകത്തിലെ ആദ്യത്തെ റോബോട്ടിക് ഹാൻഡ് എക്സോസ്കെലിറ്റൺ വികസിപ്പിച്ചെടുത്തത് IIT കാൺപൂരാണ്. IIT കാൺപൂർ. രാജ്യത്തെ ആദ്യത്തെ സ്വകാര്യ അർദ്ധചാലക നിർമ്മാണ കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെ? രാജ്യത്തെ ആദ്യത്തെ അർദ്ധചാലക നിർമ്മാണ കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണ്. രാജ്യത്തെ ആദ്യത്തെ സ്വകാര്യ അർദ്ധചാലക നിർമ്മാണ കേന്ദ്രം നിലവിൽ വരുന്നത് ആന്ധ്രാപ്രദേശിലെ കുർണൂൽ ജില്ലയിലാണ്. ഓർക്കുക, രാജ്യത്തെ ആദ്യത്തെ സ്വകാര്യ അർദ്ധചാലക നിർമ്മാണ കേന്ദ്രം നിലവിൽ വരുന്നത് ആന്ധ്രാപ്രദേശിലെ കുർണൂലിലാണ്. ജപ്പാനിലെ യുട്ടോവ മൈക്രോ ടെക്നോളജി ലിമിറ്റഡ് അല്ലെങ്കിൽ YMTL ആന്ധ്രാപ്രദേശ് സർക്കാരുമായി കരാർ ഒപ്പുവെച്ചു. രാജ്യത്തെ ആദ്യത്തെ സ്വകാര്യ അർദ്ധചാലക നിർമ്മാണ കേന്ദ്രം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് ജപ്പാനിലെ യുട്ടോവ മൈക്രോ ടെക്നോളജി ലിമിറ്റഡ് അല്ലെങ്കിൽ YMTL ആന്ധ്രാപ്രദേശ് സർക്കാരുമായി കരാർ ഒപ്പുവെച്ചു കഴിഞ്ഞു. സൈബർ ക്രൈം അന്വേഷണത്തിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള ധാരണാപത്രം ഇന്ത്യയും US-ഉം വാഷിംഗ്ടൺ കരാറിൽ ഒപ്പുവെച്ചു. അപ്പോൾ എന്താണ് വാഷിംഗ്ടൺ കരാർ? സൈബർ ക്രൈം അന്വേഷണത്തിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു ധാരണാ കരാർ അല്ലെങ്കിൽ ധാരണാപത്രമാണ് വാഷിംഗ്ടൺ കരാർ. ഇതിൽ ഒപ്പുവെച്ചത് ഇന്ത്യയും US-ഉമാണ്. 2025 ജനുവരിയിലാണ്. അങ്ങനെയെങ്കിൽ അമേരിക്കയിലെ US-ലെ ഇന്ത്യൻ അംബാസിഡർ ആണ് ആര്? വിനയ് ക്വാത്രയാണ് US-ലെ ഇന്ത്യൻ അംബാസിഡർ. അടുത്തിടെ ജാവലിംഗ് ത്രോ താരം നീരജ് ചോപ്ര വിവാഹം കഴിച്ച ടെന്നീസ് താരമാണ് ഹിമാനി. ആരാണ്? ഹിമാനി. അപ്പോൾ നമ്മൾ ജാവലിംഗ് ത്രോ താരം എന്ന് മാത്രമേ ടൈപ്പ് ചെയ്ത് വന്നിട്ടുള്ളൂ. ഇവിടെ നമ്മുടെ നീരജ് ചോപ്രയാണ്. ആരാണ്? നീരജ് ചോപ്ര. അടുത്തിടെ ജാവലിംഗ് ത്രോ താരം നീരജ് ചോപ്ര വിവാഹം കഴിച്ച ടെന്നീസ് താരമാണ് ഹിമാനി. ഇതിവിടെ പറയാൻ കാരണം ഹിമാനി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് എന്നൊരു ചോദ്യം ഒരു പക്ഷേ നമുക്ക് വരാം. ഇന്ത്യൻ ടെന്നീസ് പ്ലെയർ ആണ് ഹിമാനി ചോപ്ര. ആരാണ്? ഹിമാനി ചോപ്ര. ഓർക്കുക, നീരജ് ചോപ്ര വിവാഹം കഴിച്ച ടെന്നീസ് താരമാണ് ഹിമാനി ചോപ്ര. അരുൺ ഷൂരി എഴുതിയ പുതിയ പുസ്തകമാണ് ദ ന്യൂ ഐക്കൺ. എന്താണ്? ദ ന്യൂ ഐക്കൺ. ഈ അരുൺ ഷൂരി എന്ന് പറയുന്നത് നമ്മുടെ ഗാന്ധിജിയെയും VD സവർക്കറിനെയൊക്കെ പറ്റി എഴുതിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ പുതിയ പുസ്തകമാണ് ദ ന്യൂ ഐക്കൺ. ഏതാണ്? ദ ന്യൂ ഐക്കൺ. മിസോറാമിന്റെ 25ാമത് ഗവർണറായി സത്യപ്രതിജ്ഞ ചെയ്ത മുൻ കരസേന മേധാവിയാണ് PK സിംഗ്. എന്താണ്? മിസോറാമിന്റെ 25ാമത് ഗവർണറായി സത്യപ്രതിജ്ഞ ചെയ്ത മുൻ കരസേനാ മേധാവിയാണ് ആര്? VK സിംഗ്. ഇന്ത്യയിൽ അർദ്ധചാലക ഇക്കോസിസ്റ്റം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന രാജ്യം ഏത്? രാജ്യമാണ് സിംഗപ്പൂർ. സിംഗപ്പൂരിന്റെ പ്രസിഡന്റ് ആണ് തർമൻ ഷൺമുഖരത്നം. ആരാണ്? തർമൻ ഷൺമുഖരത്നമാണ് സിംഗപ്പൂർ പ്രസിഡന്റ്. ഇന്ത്യയിൽ അർദ്ധചാലക ഇക്കോസിസ്റ്റം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന രാജ്യമാണ് സിംഗപ്പൂർ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. അടുത്ത ക്ലാസ്സിലൂടെ കൂടുതൽ ആനുകാലിക വാർത്തകളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്